സ്വാഗതം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് മാത്രമല്ല, അനന്തമായ അധികാരത്തിനുള്ള ഉപാധി കൂടിയാണ് അത്. ദൈവസ്നേഹത്തെക്കാൾ കൂടുതൽ ദൈവഭയവും പാപബോധവും പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ കൂടിയാകുമ്പോൾ ചൂഷണത്തിലേക്കുള്ള വഴികൾ എളുപ്പമാവുകയാണ്. ഞായറാഴ്ച പ്രസംഗങ്ങളും ഇടയലേഖനങ്ങളുമൊക്കെ ആത്മീയ വഴികൾ കടന്ന് അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഭാഷ പറയാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. പക്ഷെ അപ്പോഴും സ്വന്തം കൂട്ടത്തിലെ കുറുക്കന്മാരെ കണ്ടെത്താനും തിരുത്താനും ഒറ്റപ്പെടുത്താനും ക്രിസ്തീയ സഭകൾക്ക് കഴിഞ്ഞിട്ടില്ല. റോബിൻ വടക്കുംചേരിയിൽ എന്ന പുതിയ കുറ്റവാളിയും നിസ്സാരക്കാരനല്ല. സഭയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവിയായിരുന്നു. പിന്നെ കോർപ്പറേറ്റ് കാര്യങ്ങളുടെ ചുമതലയിൽ. കർഷക സംഘടനയെയും കുറെ നാൾ നയിച്ചു ഇയാൾ. ഈ പദവികളിൽ ഇരിക്കുമ്പോഴെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന കണക്കിൽ ആരോപണങ്ങളും പരാതികളും നിരവധി ഉയർന്നു. പക്ഷെ അന്വേഷണമില്ല, ശിക്ഷയുമില്ല. സഭാ നേതൃത്വം ഈ ദുഷ്ടനെ പനപോലെ തന്നെ വളർത്തി. ഇതാണോ ദൈവവഴി എന്ന് പിതാക്കന്മാരോട് വിശ്വാസികൾ ചോദിക്കട്ടെ. കത്തോലിക്ക ബിഷപ്പുമാരുടെ കൂട്ടായ്മയാണ് CBCI. കത്തോലിക്ക പള്ളികളുടെ പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. പൊതുവായി വരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. അതിൽ പൊതുവായ നയം വേണം. ഇതൊക്കെയാണ് സങ്കല്പം. കൊടും കുറ്റവാളികളായ വൈദികന്മാരെ സംരക്ഷിക്കുന്നത് പൊതുപ്രശ്നമൊന്നുമല്ലല്ലോ. കുറ്റവാളികളായ പുരോഹിതന്മാർക്ക് രക്ഷാകവചം ഒരുക്കുന്നത് സഭയുടെ കടമയായി കരുതുന്നതുകൊണ്ടാവാം CBCI അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമ്മീസ് പോലും ഒരക്ഷരം ഇതേവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അധികാരത്തിലെത്തുമ്പോൾ പൂച്ചെണ്ടുമായി ആശംസയർപ്പിക്കാനും പ്രതീക്ഷകൾ പറയാനും നേരമുള്ള ഇവർക്ക് വൈദികന്മാർ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് വലിയൊരു പ്രശ്നമല്ല. അതുകൊണ്ട് പ്രതികരണവുമില്ല. 15 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ വികാരി പള്ളിമുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നത് വിശ്വാസത്തിന്റെ അധികാരത്തിലാണ്. അതേ അധികാരം ഉപയോഗിച്ചാണ് 5 മക്കളുള്ള നിർധന കുടുംബത്തെ റോബിൻ വടക്കുംചേരി എന്ന ഈ കുറ്റവാളി വരുതിയിലാക്കിയത്. ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വന്തം അച്ഛനെ ബലാത്സംഗ കേസിൽ വെറുതെ പ്രതിയാക്കുമോ? അതും നിരപരാധിയാണ് എന്നറിഞ്ഞുകൊണ്ട്. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരച്ഛൻ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റം ഒരു കാര്യവുമില്ലാതെ ഏറ്റെടുക്കുമോ? ഇത് രണ്ടും കൊട്ടിയൂരിൽ നടന്നു. വിചിത്രമെന്നല്ല പറയേണ്ടത്, വിശ്വാസത്തിന്റെ ഗതികേട് എന്നു തന്നെ പറയണം. ഇതേ വിശ്വാസത്തിന്റെ അധികാരം കൊണ്ടാണ് പുത്തൻവേലിക്കരയിൽ എഡ്വിൻ ഫിഗറസ് എന്ന വികാരി ഒരു 9ാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്തത്. എഡ്വിൻ ഫിഗറസിനെ രക്ഷിക്കാനുണ്ടായിരുന്നത് വീട്ടുകാരും സഭയിലും പുറത്തുമുള്ള സുഹൃത്തുക്കളും മാത്രമല്ല, വനിതാ ഡോക്ടറും കൂടിയാണ്. റോബിൻ വടക്കുംചേരിയെ സഹായിക്കാൻ വൈദികരും കന്യാസ്ത്രീകളുമൊക്കെ മത്സരിച്ചു രംഗത്ത് വന്നു. ഇവിടെയൊന്നും നിസ്സഹായരായ വിശ്വാസികളായ ഇരകൾക്കൊപ്പം ഇവരാരും നിന്നില്ല. അതാണ് വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. അതാണ് യഥാർത്ഥ വിശ്വാസികൾ ചോദ്യം ചെയ്യേണ്ടത്. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത വൈദികൻ ആ കുറ്റം പെൺകുട്ടിയുടെ അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ സംഭവം നാം കണ്ടതാണ്. അതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് ആ വൈദികനെ തള്ളിപ്പറയാത്ത സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോ, പ്രത്യേകിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്നു നിൽക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല, ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്നെങ്കിൽ ഒരു ജീൻസ്, ഇല്ലെങ്കിൽ പാൻസ്, ഷർട്ട്, ബനിയൻ, ഇതിലേതെങ്കിലും ഒന്നിടും. എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും, ഒരു ടവലും കാണും. ആ തലമുടി ഒന്ന് ചീമ്പി പോലും ഒരു റിബൺ ഇട്ട് കെട്ടിവെച്ചിട്ടില്ല, അതും പറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വലിയ ആരെയോ കാണിക്കാനായിട്ട് വന്നിങ്ങനെ നിൽപ്പുണ്ട്. എന്തിനാ ആ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട്. ആൺകുട്ടികളിടുന്ന ജീൻസും പാൻസും ഷർട്ടും ബനീനും ഇടാൻ കത്തോലിക്ക സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ? ഉണ്ടോ? പോട്ടെ, കത്തോലിക്ക സഭ ഇച്ചിരി നീക്കിയിരുത്തുക. പരിശുദ്ധ ബൈബിൾ നിനക്ക് അനുവാദം തരുന്നുണ്ടോ? എന്താ ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്? ഇദ്ദേഹം ഒരു വൈദികനാണ്. ഒരുപാട് പേർക്ക് നല്ല വാക്കും സന്മാർഗവും പറഞ്ഞുകൊടുക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടതും കേട്ടതും. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ ഓർമ്മിക്കുന്നുണ്ടാകുമോ എന്തോ.
ഇങ്ങോരെ സഹിച്ചിരിക്കുന്ന ഈ കൂട്ടത്തിൽ പ്രതികരണശേഷിയും സാമാന്യയുക്തിയുമുള്ള ഒരാൾ പോലും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാവും? കൂടിയിരിക്കുന്നവരെല്ലാം വിശ്വാസികളാണ്. വിശ്വാസികൾ എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും മതത്തിൽ വിശ്വസിക്കുന്നവരും. ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് മുന്നിൽ നിന്ന് സ്ത്രീകൾ ജീൻസിടരുത് എന്ന് പ്രഭാഷണം നടത്തുന്നത്. അങ്ങ് അമേരിക്കയിലൊക്കെ വചനപ്രഘോഷണത്തിന് ഇക്കൂട്ടത്തിലെ വൈദികന്മാർ പോകാറുണ്ട്. അവിടങ്ങളിലൊക്കെ ദൈവത്തിന് ജീൻസിടുന്ന സ്ത്രീകളെ ഇഷ്ടമല്ല എന്നുണ്ടോ, പുരുഷന്മാർക്ക് പ്രലോഭനമുണ്ടാകാറുണ്ടോ, ഇതൊക്കെ ഇവർ പ്രസംഗിക്കാറുണ്ടോ എന്നൊക്കെ ഒന്നറിഞ്ഞാൽ നന്നായിരുന്നു. പറഞ്ഞു വന്നത് വിശ്വാസത്തിന്റെ, മതത്തിന്റെ ശക്തിയെപ്പറ്റിയാണ്. മിണ്ടുന്നതിനും മിണ്ടാത്തതിനും വ്രണപ്പെടുന്ന ഒന്നു മാത്രമല്ല ആ വികാരം. അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും സമ്പത്തുണ്ടാക്കാനും കഴിയുന്ന സമാന്തര ഭരണകൂടമാണ് അത്. ചെയ്യരുത്. ആത്മീയത എല്ലാ മതത്തിലും വലിയ വ്യവസായമാണ്. കൂടുതൽ സമ്പത്ത്, കൂടുതൽ ആഡംബരം, ഇതാണ് പുതിയ കാലത്തെ പ്രേഷിത വൃത്തി. സഭകൾക്ക് സ്വാധീനം കൂട്ടാൻ സമ്പത്ത് വേണം, അധികാരം വേണം. അതിനുള്ള വഴികൾ എല്ലാം ഉപയോഗിക്കും. സഭയുടെ സ്ഥാപനം വിറ്റും വീണ്ടെടുത്തും കളിച്ചപ്പോൾ മധ്യസ്ഥന്മാർക്കൊഴുകിയ കോടികളിൽ എത്ര റോബിന്റെ കൈകളിലെത്തി എന്ന് അറിയാഞ്ഞിട്ടല്ലോ. ഒന്നുകിൽ ആശുപത്രി, സ്കൂൾ, കച്ചവടങ്ങൾ, അതല്ലെങ്കിൽ ആധിപത്യത്തിനു വേണ്ടിയുള്ള തൊഴുത്തിൽ കുത്ത്. ഇതാണ് സഭകളിൽ നടക്കുന്നത്. ഇതിനിടയിൽ സ്വന്തം ആട്ടിൻപറ്റത്തിലെ പുഴുക്കുത്തുകളെ പ്രോത്സാഹിപ്പിച്ചല്ലേ പറ്റൂ.